അല്ല, അന്നേ പറഞ്ഞുള്ള RSSുമായുള്ള ബന്ധവും മുഖ്യമന്ത്രിയുടെ ഓഫീസും പിണറായിയും നേരിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ തൃശ്ശൂർ പൂരം കലക്കുകയും അത് വലിയ വിഷയമാക്കുകയും അതിലൂടെ BJPക്ക് ജയിച്ചു കയറാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തതാരാണ്? അന്ന് RSS നേതാവിനെ പോയി കണ്ടതാരാണ്? ഈ പറയുന്ന ADGP അജിത് കുമാറാണ്. ആ സംഘത്തിന്റെ രണ്ടാമത്തെ പ്രമുഖനാണ് ഈ സുജിത് ദാസ്. സുജിത് ദാസിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം, സാമ്പത്തിക കാലഘട്ടമൊക്കെ പരിശോധിച്ചാൽ വളരെ കൃത്യമാണ്. അദ്ദേഹത്തിന്റെ അമ്മ ഒരു അംഗനവാടി ടീച്ചറായിരുന്നു. വളരെ സാമ്പത്തിക പ്രയാസമുണ്ടായിരുന്ന ഒരു കുടുംബത്തിലായിരുന്നു സുജിത് ദാസ് ജനിച്ചിരുന്നത്. സുജിത് ദാസിനെ പഠിപ്പിച്ചത് പ്രാദേശികമായ RSSന്റെ നേതാക്കന്മാരാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന് ആ കാലഘട്ടത്തിൽ പണം നൽകി സഹായിച്ചത് എന്ന് എന്താ പറയുക, ആ നാട്ടിലെ ഒരു പച്ചയായ സത്യമാണ്. സ്വാഭാവികമായും ഒരു കേഡർ RSS സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് സുജിത് ദാസ് എന്ന് നിരവധി തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് അനുബന്ധമായിട്ടുള്ള ഒരു ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ തെളിവായി സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു തർക്കമുള്ള കാര്യമില്ല. ഇന്ന് സുജിത് ദാസിനെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതും ഈ RSSന്റെ താല്പര്യം തന്നെയാണ്. അത് CPMന്റെ ഒരു പൊതു താല്പര്യമായി ഈ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ തന്നെ ഈ പറയുന്ന RSSകാർക്കുള്ള ഒരു നല്ല മെസ്സേജ് അല്ലേ സുജിത് ദാസിനെ തിരിച്ചെടുത്തത്? പച്ചക്കള്ളാണ്. പിന്നെ മൊഴി നൽകിയത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഇവിടെ എന്താ പറയാ, നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി വരെ 12 മണിക്കൂർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൊഴി നമ്മൾ കൊടുത്തല്ലേ? തെളിവുകൾ ചോദിച്ച തെളിവുകൾ ഉണ്ടായിരുന്ന എല്ലാ തെളിവുകളും അന്ന് കൈമാറിയതാണ്. അത് കഴിഞ്ഞ് ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരു 15-20 ദിവസം മുമ്പ് എനിക്ക് ഒരു നോട്ടീസ് ഉണ്ട്, അന്നത്തെ ഫോണുകൾ ഹാജരാക്കണം എന്ന് പറഞ്ഞു. ഞാൻ അന്ന് എല്ലാം കൊടുത്തതാണ്. അന്ന് വേണ്ട എന്ന് പറയുന്ന എന്താ പറയാ, ഡീറ്റെയിൽസ് മാത്രം മതി എന്ന് പറയുന്ന മുഴുവൻ ഫോൺ കോളുകളും ഡീറ്റെയിൽസും എൻ്റെ ഫോണിൽ നിന്ന് അവിടെയുള്ള IT വിദഗ്ധർ തന്നെയാണ് ചോർത്തിയെടുത്ത് മറ്റേ ഇതിലേക്ക് ആക്കിയിട്ടുള്ളത്. എന്താ പറയുന്നത്, പെൻഡ്രൈവിലേക്ക്. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു 9 മാസം കഴിഞ്ഞോ ആ പഴയ ഫോണില്ല, എൻ്റെ കയ്യിലില്ല. 8 മാസം 9 മാസം കഴിഞ്ഞ പറയുന്നത്. അതിലൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല. അപ്പോൾ തെളിവുകൾ ഹാജരാക്കാൻ കൊടുത്ത തെളിവുകൾ ഇപ്പോൾ എന്താണ്, അജിത് കുമാറിന്റെ പേരിലുണ്ടായിരുന്ന വിജിലൻസ് അനധികൃത സ്വത്ത് സമ്പാദനം മടക്കി വിട്ടത്? കൊടുത്ത തെളിവ് അവിടെ നിൽക്കുകയാണ്. കൃത്യമായ ആധാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ADGP വിജിലൻസ് ആ റിപ്പോർട്ട് മടക്കിയത്. അപ്പോൾ ഇത് റിപ്പോർട്ട് കൊടുക്കട്ടെ എന്ന് PV അൻവർ തെളിവ് കൊടുത്തിട്ടില്ല, റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതിന് അടിസ്ഥാനമുണ്ടെങ്കിൽ അവർ തെളിവ് കൊടുക്കട്ടെ. എനിക്കിനി ഇത് എന്താ ചെയ്യാൻ പറ്റുക? ഈ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് എടുത്തുകൊണ്ട് എനിക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ എനിക്ക് സാധിക്കുള്ളൂ. അതിനവർ റിപ്പോർട്ട് കൊടുക്കണ്ടേ? അന്വേഷണ റിപ്പോർട്ട് പോലും കൊടുക്കാതെയാണ് ഇപ്പൊ ഇദ്ദേഹത്തെ തിരിച്ചെടുത്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നും പൂർത്തിയായിട്ടില്ല. അപ്പൊ ഇതെന്തൊരു വെള്ളരിക്കാ പട്ടണം.